കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹലോ, അതെ ബാലചന്ദ്രൻ തമ്പിയാണ്. ആ പാറവിടെ ഭഗവതി സ്റ്റോറിന്നാ. 10 പൈസ എത്ര? 5114. ഞാൻ നീലൂടെ പറയാം. 2 ദിവസം വരും. ഞാൻ പറയാം. ഓക്കെ. സ്റ്റോർ വരുമ്പോൾ എന്നെ വിളിക്കുന്നത് നീലോ എന്താ? നീലു, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം തന്നെ? ഞാൻ നീലുവിനാടാ വിളിച്ചത്. നീ എന്തൊക്കെ അറിയുന്നത്? ഞാൻ കേട്ടപ്പോ വിളിയേട്ടപ്പോ വന്ന് എന്ത് സ്റ്റോർ കയറുമ്പോൾ എന്നെ മറ്റേ ഭവതി സ്റ്റോറിലെ ഇല്ലേ അവന്മാർ പൈസ കൊണ്ട് 5114 രൂപ കൊടുക്കാണ്ടെന്ന്. അയ്യോ, 5114 രൂപ ആയുള്ള. ഞാൻ വിചാരിച്ചു മിനിമം ഒരു 7000 കഴിയുമെന്ന്. ഇവക്ക് വേണ്ടി എന്തോരം ന്യൂഡിൽസും മുട്ടയും പാലൊക്കെയാണ് വാങ്ങിയത്. കൊറേ മിഠായിയും. കൊറേ മിഠായിയാ? മിഠായി ഒന്നുമില്ല. എൻ്റെ മക്കൾക്ക് 7000 റൗണ്ട് ആക്കാത്തതിന്റെ വിഷമാണാ തന്നെ. എന്നെന്തിനാ ഈ അവന്മാർ വിളിക്കുന്നത് സ്റ്റോൾസുകാരന്മാർ? അത് ചിലപ്പോ അമ്മേനെ വിളിച്ചപ്പോഴേ അമ്മ അച്ഛൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. ഈ ലക്ഷ്യമാണ് പലോചനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റത്. അസല അവള് തഴഞ്ഞ് മാറിയാ എല്ലാ കാര്യത്തിലും ആദ്യം എടുത്തങ്ങ് ചാടും അല്ലേ? പിന്നെ അതില്ല, അനക്കമില്ല. അതെങ്ങനെ അവളങ്ങനെ? നൂഡിൽസ് വാങ്ങിച്ചോണ്ട് വരണ്ട, ഭഗവതി സ്റ്റോഴ്സുകാരെ ഇങ്ങനെ വരും. ഇപ്പം കൊണ്ടുവരും. വേറെ വരുന്നത് കണക്ക് എഴുതാനും സമ്മതിക്കില്ല. എഞ്ചിനീയറാണെങ്കിൽ എനിക്കിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഏത് സമയം എനിക്ക് പാരയാണ് കാര്യം. അടുത്ത അവനാന്തോ പത്രക്കാരൻ കണ്ണൻ. നിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ. നീ കേട്ടാ? എന്താടേ പൈസേ? എടാ കഴിഞ്ഞ കുടിശ്ശികയൊക്കെ തന്നു തീർത്തില്ലടേ. കാര്യം നീ വച്ചിട്ട് പോ. അതിൻ്റെ പത്രം ഞാൻ കട്ടി കേട്ടാ. വച്ചിട്ട് പോടാ. കൊള്ളാനിത്. നീലോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടേ. നീലിനെ വിളിക്കുമോ? നീ കയറി പറഞ്ഞ എടീ ഇത് എന്തോന്നത്? ആദ്യം ഭഗവതി സ്റ്റോറുകളെ വിളിച്ച് പൈസ കൊടുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നല്ല പത്രക്കാരെ വിളിക്കുന്നത്. ഈ പത്രക്കാരെ കണക്ക് ആരുടെ ഏറ്റെടുക്കുന്നത്? നീ ആണോ പറഞ്ഞത്? നീല പത്രത്തിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാത്തത്? എന്റെ മാസം ശമ്പളം വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഈ മാസം ടൈറ്റ് ആണെന്ന്. ഇതാണ് എന്താ ഇപ്പൊ എന്നെ വിളിച്ചത്? നിന്നെ വിളിച്ചതാ? ഇതൊന്നും കാണാൻ വേണ്ടി വിളിച്ചത്. എടീ സ്റ്റോറുകാരന് പത്രക്കാരനെ എന്നെ വിളിച്ചോണ്ട് ശല്യപ്പെടുത്തുന്നത്. അത് ഞാൻ നമ്പർ കൊടുത്തതല്ലേ. നീ എന്തിന് എന്നെ വിളിച്ച് പൈസക്ക് വേണ്ടി? അപ്പൊ ഞാൻ നിങ്ങളെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ നീ നമ്പർ എടുത്തോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പൈസ ഇല്ല, അത്രേ ഉള്ളൂ. നിങ്ങളല്ലേ ഗൃഹനാഥൻ, നിങ്ങളല്ലേ കൊടുക്കണ്ടേ? അത് ഞാൻ കൊണ്ട് പറഞ്ഞില്ലേ ഇവിടെ. ബാലു എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല ഈ മാസം. വല്ലാത്ത കഷ്ടത്തിലാണ് ഇപ്പൊ. എനിക്ക് കിട്ടണൊക്കെ ഞാൻ കൊണ്ട് പറഞ്ഞേ. പിന്നെ എന്തോന്ന് അച്ഛാ? അത് തികയില്ല ചില സമയത്ത്. അച്ഛൻ അറിയാലോ, അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചെലവ് കൂടിക്കൂടി വരാണല്ലോ ദിനം പ്രതി. അതുപോലെ തന്നെ പുറത്ത് സാധനങ്ങളുടെ വിലയും കൂടിക്കൂടി വരാണ്. വാട്ടിക്കാൻ വിടൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ അഭിപ്രായം പറഞ്ഞു നിന്നാ മതിയാ? പോയി പഠിക്കാൻ നോക്ക്. പോ ചെല്ലി ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തല്ലോ. കഷ്ടമാണ് ബാബു. പോവാ. ഇനിയിപ്പോ എന്താ ചെയ്യണം? ആ കടക്കാരെ ഇനിയും വിളിക്കാൻ സാധ്യതയുണ്ട്. 5000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യായിരുന്നു. പൈസ വേണ്ടേ? ആ ലച്ചുനി എപ്പോഴാ വരണത്? പഠിച്ച കള്ളിയാണ്, പലോചനക്കാരി. എല്ലാം ഏറ്റിട്ട് അവള് കാല് മാറും. അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല അല്ല അച്ഛാ? ഇല്ലെന്ന് എപ്പോഴേ പറയണ്. ബാലു മിക്കവാറും ആ പലോചന കടക്കാരനെ നാളെ ബാലുവിന് ഒന്നും കൂടെ വിളിക്കാൻ സാധ്യതയുണ്ട്. വിളിച്ചാൽ ഞാൻ സംസാരിക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണം അയാൾക്ക് കൊടുക്കാൻ. എല്ലായിടത്തുനിന്നും മേടിച്ചു കൊടുത്താലോ കടം? കൊടു. എന്താ ബാലു ഇങ്ങനെ പറയണം? ബാലുവിന് ഉത്തരവാദിത്തമുള്ളതല്ലേ?
എടി എൻ്റെ പൈസ ഇല്ലടി, എനിക്ക് കിട്ടിയാലല്ലേ പൈസ. അമ്മ വിഷമിച്ചിട്ടല്ലേ ചോദിക്കണം. അമ്മ മാമ നടക്ക്. എൻ്റെ ഒരു ഗതികേട് എല്ലാം കൂടി പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവരെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ വന്ന് ചോദിക്കണ പോലെയാണ് പറയണത് മറുപടി. നീ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിനെ പറയുമ്പോൾ നീ പറയണത് അത് കൊള്ളൂലല്ലോ. അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിന്റെ അടുത്ത് പറയണോ എന്തെങ്കിലും അടുത്ത് പറയാം. എത്ര നേരം കൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല. വിഷമിച്ച് ഞാൻ ഇരിക്കണം കേട്ടോ, എൻ്റെ പൈസ ഇല്ലാതെ. അപ്പൊ എനിക്കെന്താ വിഷമയില്ലേ? നിങ്ങൾക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തള്ളിക്കളനാണ്. എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു സംസാരിക്കണത്. പൈസ ഒരാളെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അല്ല ഞാൻ എന്റെ വെച്ചോണ്ടല്ലോ പറയണത്. തലവേദന കേസായിട്ട് പോകാൻ ഇത് ഞാൻ വർത്താനം കേട്ടാത്തൊന്നും ഞാനെന്താ വീട്ടിൽ നിന്ന് ഈ പിള്ളേരെ 5 കൊണ്ടുവന്നിട്ട് ഞാനിപ്പോ നിങ്ങളോട് ചെലവിന് കൊടുക്കാൻ പറഞ്ഞ പോലെയാണ് വർത്താനം പറയണത്. അമ്മ ഇതൊന്നും അല്ലല്ലോ. സംസാരിച്ചിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് അറിയാലോ. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി ഏതാ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി അല്ലെങ്കിൽ ഒന്നും പറയണില്ലേ? പറഞ്ഞാൽ കൂടിപ്പോരുടെ എല്ലാം പറയണല്ലോ. പറയണ മൊത്തം പറഞ്ഞിട്ടാണല്ലോ എല്ലാം പറഞ്ഞാൽ കൂടിപ്പോന്ന് പറയണത്. മാക്ക് ശല്യങ്ങളുണ്ട്. ഹൗസ് ഓണർ ഇയാൾക്ക് വേറെ ഒരു പണിയില്ലാവാ തനിക്ക് വിളിക്കാൻ. ആ സാർ സാർ വാടക പിന്നെ സാറേ ഇത് മാസം ആദ്യമല്ലേ ആയുള്ളൂ. എത്തിക്കാം സാർ. ഓക്കെ, സുഖം തന്നെ. ശരി, ഓക്കെ, ഞാൻ നീലോട്ട് പറയാം. ശരി സാർ. എല്ലാം കൂടെ എന്നെ വിളിക്കുന്നത്.